ഹായ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല കേട്ടോ. എനിക്കതിനുള്ള ടൈമും ഉണ്ടായില്ല. ഇപ്പോൾ കുറച്ച് ടൈം കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ കുറച്ച് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് വോയിസ് കൊടുത്ത് ചെയ്യുന്നത്. സമയമില്ല എന്ന് പറയുന്നത് എനിക്ക് ഒരു ക്ലോത്തിങ് ബിസിനസ്സാണ്. അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ ആയിട്ട് എനിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. 8 വർഷമായിട്ടാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിപ്പോൾ എടുക്കുന്നത് ഇൻസ്റ്റയിൽ ഇടാനുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ ആദ്യം കാണിച്ചത് സ്ലബ് കോട്ടൺ സാരിയാണ്. ഇപ്പോൾ ഓണത്തിൻ്റെ സീസണല്ലേ, അപ്പോൾ വൈറ്റ് സാരീസാണ് കൂടുതൽ പോകുന്നത്. ഇപ്പോൾ എല്ലാവരും മുമ്പേ തന്നെ എടുത്ത് വയ്ക്കും, അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആവും ഐറ്റംസ്. ഇപ്പോൾ ഈ കാണിക്കുന്നത് മൾ കോട്ടൺ സാരിയാണ് കേട്ടോ. മൾ കോട്ടൺ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇൻസ്റ്റയിൽ ഇടാനുള്ള ഷൂട്ടിലാണിപ്പോൾ. ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും നമ്മൾ കൊറിയർ ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ കാണിക്കുന്നത് ഒരു ബ്ലൂ സാരിയാണ് കേട്ടോ. അതും ഇതുപോലെ നല്ല സാരിയാണ്, ഫുൾ സ്ട്രൈപ്സ് വരുന്ന സാരിയാണ്. വൈകിട്ട് അടുത്തുള്ള മുരുകൻ്റെ അമ്പലത്തിൽ ദീപാരാധന തൊഴാൻ പോവാണ് കേട്ടോ. ഇന്നവിടെ പ്രതിഷ്ഠാ ദിനം കൂടിയാണ്. ഇവിടെ വന്നാൽ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുട്ടികളുടെ സ്കൂളും. അപ്പോൾ അവരെ കൊണ്ടാക്കാൻ വരുമ്പോൾ മിക്കവാറും ഞാനിവിടെ കയറാറുണ്ട്. മാതൃസമിതിയിലുള്ളവരൊക്കെ സെറ്റ് സാരിയും ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. ചെറിയ ആൾക്കാരടുത്ത് നിന്നാൽ നിപ്പുറക്കില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം, അവിടെ നിൽക്കുമ്പോൾ ഇങ്ങോട്ട് വരാമെന്നൊക്കെ പറയും. അങ്ങനെ ഇന്ന് ഇവിടെ ഒരു വീരനാട്യം ഉണ്ട് കേട്ടോ. ആലിംഗലമ്മ എന്ന ഗ്രൂപ്പിൻ്റെയാണ്. എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാ. എങ്ങനെയുള്ള ഇതിൽ എനിക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമായത് ഇവരെയാണ്. പക്ഷേ അധിക നേരം നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ ചെറിയ ആൾക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം വെച്ചു. അപ്പോൾ ഞങ്ങൾ പോയി. കാരണം ഇതാണ്, പോകുന്ന വഴിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീം കിട്ടണ വരെ സമാധാനമില്ല. അപ്പോൾ അവിടെ ഇരുന്നാൽ കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഐസ്ക്രീമും വാങ്ങി ഞങ്ങൾ വീട്ടിൽ പോന്നു.